ഹലോ ഫ്രണ്ട്സ്, ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പാണ് ഈ കാണുന്ന മൊത്തം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ മൊത്തം ചേമ്പാണ് നിൽക്കുന്നത്, ചേമ്പ്. അപ്പോൾ ഈ ചേമ്പിൻ്റെ താള് എന്ന് പറയുമ്പോൾ കിളുന്ന് ഇല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു തോരനാണ് വെക്കുന്നത്. നമ്മൾ തോരനല്ലേ അമ്മ വെക്കുന്നത്? അതെ, തോരനാണ് വെക്കുന്നത്. പല സ്ഥലത്തും പല രീതിയാണ് പറയുന്നത്. അമ്മയാണ് പറിക്കുന്നത്. മടന്തേല എന്നും പറയും കേട്ടോ. അപ്പം വെളിമടന്തയോ? വെളിമടന്ത എന്നൊക്കെ പറയും. പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട് കേട്ടോ, ഒത്തിരി നിൽപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നേരത്തെ ഞങ്ങൾ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഇത് തോരൻ വെക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നാമ്പ് എന്തേ പറ എന്തുവാ ഇതിൻ്റെ നാമ്പാണ് കേട്ടോ അല്ലേ. കണ്ടോ, ഇതാണ് സംഭവം. ഇതിൻ്റെ കിളുന്ന ഇലയാണ് നമ്മൾ ചേമ്പിൻ്റെ എടുക്കുന്നത്. അപ്പം ഇത് ചുരുട്ടിയാണ് നമ്മൾ കഴി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചേമ്പ് തോരൻ വെക്കുന്നത്. തോരനല്ലേ വെക്കുന്നത്? അപ്പം ഞങ്ങൾ മിക്കവാറും ഈ മഴ സമയത്തൊക്കെയാണ് ഞങ്ങളിത് പറിച്ച് വെക്കുന്നത് കേട്ടോ. മഴ സമയത്ത് കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് കഴിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ചേമ്പിൻ്റെ ഇല എടുക്കുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കിളുന്ന ഇലയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതുപോലെ പിച്ചെടുക്കുക. അപ്പോൾ കൂടുതൽ വലിയ ഇല എടുത്താലും മുറ്റിയ ഇല എടുത്താലും അതിന് ടേസ്റ്റ് എന്തായാലും നമ്മൾ വെക്കുമ്പോൾ വരില്ല. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് വലിയ ഇലയൊക്കെ എടുത്ത് കഴിയുമ്പോൾ. കിളുന്ന ഇലയാകുമ്പോൾ ഉപ്പും പുരട്ടി നമ്മൾ അതിനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ചൊറിച്ചിലും കാര്യങ്ങളും ഒന്നും വരില്ല. അതുപോലെ കിളുന്ന ഇലയാണ് നമ്മൾ തോരൻ വെക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ ഇതെന്തുവാന്ന് പോലും അറിയത്തില്ല, തിരിഞ്ഞു പോലും നോക്കാറില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ചൊറിയുന്നതും ഉണ്ട് കേട്ടോ, ചൊറിയും ചെയ്യുമ്പോഴെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇതിൻ്റെ കിളുന്നില എടുത്തിട്ട് നമ്മളത് എന്തോ ഒരു രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. അമ്മ വെക്കാറുണ്ട്, ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ, എങ്ങനെ വെക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും നിങ്ങൾക്ക് വേണ്ടി നമ്മളിത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചൊറിയത്തൊന്നുമില്ല കേട്ടോ. എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ വീട്ടിലോട്ട് പോവാണ്. ബാക്കി എന്തൊക്കെ സാധനങ്ങളൊക്കെ അതിന് വേണമെന്ന് അമ്മയ്ക്കേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് പോയി കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അമ്മ ചെയ്യാൻ പോവാണ്. അമ്മ ഇതെങ്ങനെയാണ് അമ്മ ചെയ്യുന്നത്? ഇത് ആദ്യം നമ്മൾ ഈ ഇല പറിച്ചു കൊണ്ടുവന്ന് ഇതിനകത്ത് പൊടിയും അഴുക്കുമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. നോക്കിയിട്ടില്ലെന്ന് കാണുമ്പം ഇത് കൈയുടെ വെള്ളയിൽ വെച്ച് ഇങ്ങനെ ഒരു ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവന്നിട്ട് ഇത് ഒരു കെട്ട് കെട്ടണം. ഇത് അടപ്പേ വെക്കുമ്പം അടിയാതിരിക്കാൻ ചുരുട്ടി വെച്ചു. അടുത്തത് എടുക്കുക. ഇതുപോലെ തന്നെ നല്ല കിളുന്നലയാണ്. ഇതാണ് നല്ലത്. ഇങ്ങനെ കെട്ടി ഇങ്ങനെ തന്നെ വെക്കുക. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനകത്ത് ഒന്നും കാണില്ല, കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. പൊടി ക്ലീൻ ചെയ്തതാണ് കേട്ടോ. സിമ്പിളാണ്. ഇവിടെ ചുറ്റിയെടുക്കുക. ചുരുട്ടിയെടുത്ത് ഇങ്ങനെ. അമ്മ ഇതാരാ പഠിപ്പിച്ചേ? ഇത് എൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മയാണ് അമ്മയെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഇലയും ഇതുപോലെ ചുരുട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ട് ബാക്കി സെഷനിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തോരൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മ എന്തൊക്കെയാണ് സാധനം എടുത്തിരിക്കുന്നത്? സാധനം നമ്മൾ എടുത്തേക്കുന്നത് തേങ്ങ, ചെറുള്ളി, ചെറുള്ളി, ശകലം മല്ലിപ്പൊടി, നമ്മൾ ഒരു സ്പൂൺ അല്ലേ, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു ശകലം മുളക് പൊടി, കൂടുതൽ വേണ്ട, ശകലം, ഒരു കഷ്ണം വെളുത്തുള്ളി, ശകലം ജീരകം, ശകലം പുളി അല്പം വേണം, 2 കാന്താരി. കാന്താരി നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ 2 കതപ്പ് കരിയാപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി എന്താണ് ചെയ്യുന്നത്? ഇതിനി അരകല്ലേ വെച്ച് അരയ്ക്കുക. അപ്പോൾ നമ്മുടെ അരകല്ല് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഓരോ സാധനങ്ങൾ വെച്ച് അരച്ച് വൃത്തിയാക്കിയെടുക്കണം. അരയ്പ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചതച്ചെടുക്കണം. ചതച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്.
അരച്ച് പേസ്റ്റ് ആക്കുമല്ല കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് ചതച്ചെടുക്കുക. ആദ്യം നമ്മൾ മുളക് പൊടി വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് ജീരകം, വെളുത്തുള്ളി, ഉള്ളി, അപ്പൊ നമ്മൾ അതെല്ലാം ചതച്ചു എടുത്തിട്ടുണ്ട്. അത് ചതയ്ക്കുമല്ലായിരുന്നു, നമ്മൾ അരച്ചെടുക്കുമായിരുന്നു അല്ലേ? അത് അരപ്പാക്കിയിട്ടുണ്ട്. തേങ്ങ വെച്ചാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. അപ്പൊ കാന്താരി നമ്മൾ അരപ്പ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ തേങ്ങ അരക്കല്ല, ചതച്ച് ഈ കൂട്ടത്തിൽ ചതച്ചങ്ങെടുക്കുക അല്ലേ? ചെറുതായിട്ടൊന്ന് ഉരുട്ടി ചതച്ചങ്ങെടുക്കുക. മഞ്ഞപ്പൊടി കണ്ടേ, മഞ്ഞപ്പൊടി അടപ്പ് വെക്കുമ്പോഴാണ് മഞ്ഞപ്പൊടി നമ്മൾ ചേർക്കുന്നത്, ഇപ്പോഴല്ല. അപ്പൊ നമ്മുടെ അരപ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല മണം വരുന്നുണ്ട്. മസാലയും എല്ലാം കൂടെ അരപ്പും ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരിയാപ്പിലയും കൂടെ ആ കൂട്ടത്തിൽ വെച്ച് ചെറുതായിട്ട് അതും കൂടെ അരച്ച് ആ കൂട്ടത്തിൽ ചേർത്ത് ലാസ്റ്റിലാണ് നമ്മൾ പുളി അരച്ച് അതിൻ്റെ കൂടെ മിക്സ് ആക്കുന്നത്. അത് ചെറുതായിട്ട് കൂടെ ഒന്ന് അരച്ച് പുളിയും കൂടെ ആ കൂട്ടത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ വടിച്ച് നന്നായി എടുക്കുക. അപ്പോൾ കഴുകുവാണ്. അപ്പോൾ നമ്മളിത് ചുരുട്ടി എല്ലാം റെഡിയാക്കി വെച്ച ശേഷം ഇതിനെ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുക. ആ കൂട്ടത്തിൽ അഴിഞ്ഞു പോവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ആ കെട്ടിയ പോലെ തന്നെ കെട്ടി വെക്കുക കേട്ടോ. ഈ കെട്ടി വെക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ അല്ലാതെ ഇലയാട്ടിട്ട് കഴിഞ്ഞാൽ അഴുകി പോകും ഇല്ലേ? അഴുകല്ല, വെന്ത് അളിഞ്ഞു പോകും അളിഞ്ഞു പോകും. അപ്പൊ അളിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കെട്ടി വെക്കുന്നത്. ഇനി നമ്മൾ അടപ്പേ മഞ്ഞപ്പൊടി ഇട്ട് ഇതിന് ചൊറിച്ചിലുണ്ടാവുമേ? ഇതിനൊരു ശകലം ചൊറിച്ചിലുണ്ട്, അതിനാണ് പുളി ചേർക്കുന്നത്. ചൊറിയാതിരിക്കാൻ പുളി ചേർക്കുന്നത്. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് ഇനി വെള്ളം ഒഴിക്കുക. വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുക. അപ്പൊ നമ്മൾ പുളി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ചൊറിച്ചിൽ മാറുമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുളി ചേർക്കാൻ അത് വേണ്ട. അടുപ്പേ വെച്ചു. ഇനി ഒരു ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേമ്പന്താളിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പന്താൾ വെന്ത ശേഷം നമ്മുടെ ഈ അരപ്പിനെ അതിനകത്ത് ആഡ് ചെയ്ത് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചേമ്പന്താൾ 15 മിനിറ്റ് വെച്ച് നമ്മൾ വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടുതലായിരുന്നു, അതിനെ ഊറ്റിക്കളഞ്ഞ ശേഷം നമ്മൾ അടപ്പിലോട്ട് വെച്ച ശേഷം നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. അപ്പൊ നമ്മുടെ അരപ്പൊക്കെ വെന്തോ? അരപ്പെല്ലാം വെന്ത് ഇനി നമ്മൾ ഈ ശകലം കരിയാപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ശകലം വേറെ ഒഴിക്കണം, ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുൻകരുതലാട്ടോ. മുൻകരുതലായിട്ട് പച്ച വെളിച്ചെണ്ണ ഫ്രഷ് ആയിട്ട് എന്നിട്ട് കരിയാപ്പിലയിട്ട് ഇളക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂടെ അങ്ങോട്ട് ഇത് മാത്രം മതി ഇളക്കിയിട്ട് കഴിക്കാൻ എന്താ ടേസ്റ്റ്. ആ മസാലയും എല്ലാം കൂടെ ആയപ്പോഴത്തേന് സൂപ്പറാണ് കേട്ടോ. അപ്പൊ ചേമ്പന്താള് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചേമ്പന്താൾ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചേമ്പന്താള് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അമ്മയാണ്, എൻ്റെ അമ്മയാണ് ചേമ്പന്താള് തോരൻ വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ അടുത്ത് വന്നാൽ മതി. അതെ, സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ മതി, നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അഥവാ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. ഇതുപോലെ ഇനിയുള്ള ഫുഡുകൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഇനി ഫുഡിന്റെ കൂടെ കഴിക്കുന്ന കൂടെ കാണാം. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം.